എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോയപ്പോഴേ വീട്ടിലൊരു ഗിനിപ്പന്നിയാണ്. ഗിനിപ്പന്നിക്ക് ഈറ്റ പറിക്കാനായിട്ട് നമ്മുടെ ഈ തോട്ടപ്പയറിന്റെ ഇല ആണ് ഇത്. ഇതാണ് അതിന് ഈറ്റ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇത് കണ്ടമാനം അത് കഴിക്കും. നമ്മളൊരു ഷിമ്മി കവർ നിറച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ സാധനം അത് കഴിക്കും. അപ്പോൾ അത് പറിക്കാൻ ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ഇവിടെ ഈ ആൾക്കാർ കുപ്പിയും പൊടി പിടിച്ചൊക്കെ കൊണ്ട് അതിനകത്ത് നല്ല നോക്കി പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു സാധനം കണ്ടു. ഒരു ഇലയാണ് ഇതാണ് ഈ ഇല. ഇതാണ് ഇല. ഈ ഇല എന്ന് പറയുമ്പോൾ നമ്മുടെ പൂ ഉണ്ടായി വരുന്നുണ്ട്. ഇത് നമ്മുടെ പിള്ളേർക്ക് ചെറുപ്പത്തിൽ ചൊറി ഉണ്ടാകുമ്പം വല്യമാരൊക്കെ തേച്ച് കുളിപ്പിക്കും. ആ ഇല കൊടുക്കുന്നുണ്ടോ? എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വല്യമാരെ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്. ആ ചൊറി ഈ ഇല ഇട്ട് തേച്ച് അതിന്റെ മൂടം എല്ലാം കൂടെ പോയിട്ട് ചോരയൊക്കെ ഒഴുകി പണ്ടാറോടെ അങ്ങ് വേദനായിരിക്കും. ആ സാധനത്തിന്റെ പേരാണ് പെരിങ്ങനം എന്ന് പറയും. പെരിങ്ങനത്തിന്റെ ഇലയാണ്. ഈ ഇല കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു മരുന്നുണ്ട്. ആ മരുന്ന് എന്താ പറയാമോ? പൈൽസിനുള്ള മരുന്നാണ്. അപ്പം ഞാൻ ചുമ്മാ പറയല്ലേ, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ അനുഭവിച്ചത് പൈൽസ് എനിക്കുണ്ടായിരുന്നു. ഈ ഇല ഉപയോഗിച്ച് മരുന്ന് 5 പൈസ ചിലയില്ലാതെ നമുക്ക് പൈൽസ് മാറ്റാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഇല ഇപ്പം ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഇല ഉദാഹരണം എടുക്കരുത്. ഞാൻ ഇപ്പം ഉദാഹരണം എടുത്ത് കാണിച്ചതുള്ളൂ. ഈ ഇല എടുത്തിട്ട് ഇത് നല്ല കൈവെള്ളിൽ അങ്ങോട്ട് വെച്ചിട്ട് നല്ലപോലെ കശക്കണം. കശക്കി അതായത് നമ്മുടെ ചാറ് വരത്തില്ലേ, ആ രീതിയിൽ അങ്ങോട്ട് കശക്കി എടുത്തിട്ട് കണ്ടോ, കാണാമോ? ഇതുപോലെ ഈ പരുവത്തിലെടുത്തിട്ട് നമ്മളാണ് പറയുമോ പൈൽസിന്റെ ഭാഗത്ത് വെച്ചിട്ട് കിടന്നിറങ്ങണം. നിങ്ങൾ ഒരു 7 ദിവസം കണ്ടിന്യൂ ഉപയോഗിച്ച് നോക്കി സർ. പൈൽസിന് നല്ല സൂപ്പർ മരുന്നാണ്. ഞാൻ അനുഭവിച്ചതാണ്. എനിക്ക് പൈൽസ് വന്നായിരുന്നു. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പൈൽസ് മാറി. പിന്നെ ബ്ലഡ് വരുന്ന രീതിയിലുള്ള പൈൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടർമാരെ കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ലത്. തുടക്കക്കാർക്ക് പൈൽസിന് തുടക്കം കക്കൂസിലൊക്കെ ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും നല്ലതും മരുന്നാണ്. ഈ മരുന്ന് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വടക്കോട്ടുള്ളൊരു ചികിത്സകരുണ്ട്, ഹംസഭാരത് എന്നൊരു പേജ് നടത്തുന്ന ഒരാളാണ്. ഒരു മനുഷ്യ സ്നേഹിയാണ്, പ്രകൃതി സ്നേഹിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്കിത് മനസ്സിലായത്. എൻ്റെ പൈൽസ് ഞാൻ മാറ്റിയെടുത്തത് പല കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല സുഖമായിട്ട് വരുന്നു. എനിവേ നിങ്ങൾക്ക് 5 പൈസയില്ല, അത് നമുക്ക് ഈ പൈൽസ് മാറ്റാം. നിങ്ങളുടെയൊക്കെ തൊടികളിലും പറമ്പിലും ഒക്കെ കാണും. ഒരു കാരണവശാലും റോഡ് സൈഡിൽ നിന്ന് എടുക്കാതിരിക്കുക. ഉള്ളിലോട്ട് മാറി പൊടിപടലങ്ങളൊന്നും ഇല്ലാതെ നല്ല ഇല നോക്കി എടുത്ത് കശക്കി എടുക്കുക. ഒരു മീഡിയം മൂട്ടുള്ളത്, തീരെ എളുപ്പം എടുക്കരുത്. പണ്ടാറ് മൂട്ട എടുക്കാത്തത് ഒരു മീഡിയം ടൈപ്പിൽ ഇല എടുത്ത് നമ്മൾ കശക്കിയിട്ട് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ ഹംസഭാരതം പറഞ്ഞ് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇത് ചെയ്യുന്നുവെങ്കിൽ ഫുള്ള് വെജിറ്റേറിയൻ ആകുക. അതുപോലെ തന്നെ വയറിനിളക്കുക. ഫുള്ള് വെജിറ്റേറിയൻ ആയ ശേഷം ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഷുവറായിട്ടും പൈൽസ് മാറിയിരിക്കും. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അറിയിക്കുക. മദ്യപിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുക വലിക്കരുത്. ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, എനിവേ എല്ലാവർക്കും ഒരു വേറെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അവ നെക്സ്റ്റ്.